ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ, മണപ്പുറം ഫൗണ്ടേഷൻ എന്നിവയുടെ സാമ്പത്തിക സഹകരണത്തോടെ കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ച സ്നേഹഭവനം ഉദ്ഘാടനം നടന്നു. വെള്ളിക്കോത്ത് വെള്ളൂർ വയൽ സ്വദേശി ശ്രീമതി ഇന്ദുവിന് താക്കോൽ കൈമാറിക്കൊണ്ട് ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഗവർണർ KV രാമചന്ദ്രൻ നിർവഹിച്ചു. വേലാശ്വരത്തിനടുത്ത് പാണംതോട് എന്ന സ്ഥലത്ത് പണികഴിപ്പിച്ച വീടിന് ഏകദേശം 8 ലക്ഷത്തോളം നിർമ്മാണ ചെലവ് വന്നു. സ്നേഹഭവനത്തിന്റെ ഉദ്ഘാടനം ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഗവർണർ KV രാമചന്ദ്രൻ നിർവഹിച്ചു. ഇങ്ങനെ ഇത്ര ഒരു ക്ലബ്ബ് മുഖാന്തരം ചെയ്യുമ്പോൾ പറ്റില്ല. ഇത് നല്ലൊരു കൂട്ടായ്മയായി കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്ബ്, അതിൻ്റെ പ്രവർത്തകരും അതിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ മനസ്സ് വെച്ചുകൊണ്ട് മാത്രം സംഭവിച്ച ഒരു വിജയമാണിത്. കാരണം എത്ര പെട്ടെന്ന് എഞ്ചിനീയർ ബിജുവും അതിൻ്റെ പിന്നിലുണ്ടെന്നുണ്ട് ഒരു സംശയമില്ല. അപ്പോൾ അത്രയും നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഇത്ര നല്ല സുന്ദരമായൊരു വീട് നിങ്ങൾക്ക്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആവശ്യം ഭക്ഷണം കഴിഞ്ഞാൽ വസ്ത്രവും പാർപ്പിടവും ഒക്കെ. പാർപ്പിടത്തിൽ നമുക്ക് സ്വന്തമായൊരു പാർപ്പിടം കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അല്ലെ മറ്റുള്ള സപ്പോർട്ടൊന്നും ആരുടെ ഇല്ലാത്ത സമയത്ത് ഇങ്ങനൊരു ഭവനം കാഞ്ഞങ്ങാട് ക്ലബ്ബ് ഇവിടെ നിർമ്മിച്ച് അതിന് അർഹതപ്പെട്ട ആൾക്കാർക്ക് തന്നെ കൈമാറാൻ ഒരവസരം സൃഷ്ടിച്ചത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ലയൺസ് പ്രസ്ഥാനം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരു സംഘടനയാണ്. സന്നദ്ധ സേവന പ്രവർത്തന രംഗത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായ നമ്മുടെ ലയൺസ് പ്രസ്ഥാനം ഇന്ന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ക്ലബിൻ്റെ നായകന്മാരായ മുന്നേറിയിരിക്കുന്ന ആൾക്കാരും എല്ലാവരും നമ്മളെ ഏറ്റവും പ്രിയങ്കരനായ ആൾക്കാരൊക്കെ, നമ്മൾ ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല, അതേപോലെ നമ്മളെ കൂടെ ഇരിക്കുന്ന എല്ലാവരും വളരെ കൈ മറന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ട് മാത്രമാണ് ഇത്ര പെട്ടെന്ന് സഹകരിക്കുന്നത്. അത് നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇൻ്റർനാഷണൽ തലത്തൊക്കെ ചെറിയൊരു സഹായം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിന് ഞാൻ വളരെ സന്തുഷ്ടവാനാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു വീട് തുടങ്ങുമ്പോൾ തന്നെ എന്നോട് സാറും ടൈറ്റസൊക്കെ പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ ഞാനും ശ്രമിക്കാം. അപ്പോൾ എന്തോ നല്ല കാര്യത്തിന് കഴിഞ്ഞ മാസം നമുക്ക് അതിനോട് ചെറിയ ഫണ്ട് പാസ്സായി. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ ഈ ഫണ്ട് ഇവർക്ക് നൽകിക്കൊണ്ടാണ് എനിക്ക് അത് ഉദ്ഘാടനം തന്നെ ചെയ്തത്. വീട്ടുമുറ്റത്ത് സംഘടിപ്പിച്ച ഉദ്ഘാടന യോഗത്തിൽ കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് പ്രസിഡന്റ് ശ്യാം പ്രസാദ് പുറമങ്കര അധ്യക്ഷത വഹിച്ചു. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ്, മുൻ ഡിസ്ട്രിക്ട് ഗവർണർ K. ശ്രീനിവാസ് ഷേനായി, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറിമാരായ ഗംഗാധരൻ പലേരി, ഷാജി ജോസഫ്, പ്രിൻസിപ്പൽ സെക്രട്ടറി സിദ്ധാർത്ഥൻ വണ്ണാരത്ത്, എക്സിക്യൂട്ടീവ് പ്രിൻസിപ്പൽ സെക്രട്ടറി K. ഗോപി, ജില്ലാ സെക്രട്ടറി K. സുകുമാരൻ നായർ, സോൺ റീജിയൻ ചെയർമാൻമാർ, കാഞ്ഞങ്ങാട് ലയൺസ് മുൻ പ്രസിഡന്റുമാർ, വീട് നിർമ്മാണം ഏറ്റെടുത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിയ സിവിൽ എഞ്ചിനീയർ ബിജു കൃഷ്ണൻ, മറ്റ് ലയൺസ് ക്ലബ് നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്ലബ് മുൻ പ്രസിഡന്റ് PV രാജേഷ് സ്വാഗതവും, ഗുണഭോക്താവ് ഇന്ദു, ക്ലബ് മുൻ പ്രസിഡന്റ് V. സജിത് എന്നിവർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് 2024-25 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ സ്ഥാപിച്ച വാട്ടർ പ്യൂരിഫയർ യൂണിറ്റ് തുടങ്ങിയവയുടെ ഉദ്ഘാടനം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.